ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പഴമരുചിയാണ് കേട്ടോ. പഴമരുചി എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും ആളുകളൊക്കെ വെക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കിത് പണ്ട് കഴിച്ച ഒരു ഓർമ്മയിൽ വന്ന ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ഒരു രുചി ഓർമ്മ വന്നപ്പോൾ ഇതൊന്ന് കറി വെച്ചേക്കാം എന്ന് കരുതി വെച്ചാണ്. ഇവിടെ പൊതുവേ പച്ചത്തേങ്ങ അരച്ച കറികൾ ചേട്ടന് ഇഷ്ടമാണ്. പക്ഷേ ഇത് എൻ്റെ കല്യാണ ശേഷം ഞാൻ ആദ്യമായിട്ട് ഇത്ര വർഷത്തിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരു കറി ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളാണേ. നമ്മൾ പച്ചമാങ്ങ കഷ്ണങ്ങളാക്കി എടുക്കുക, മുരിങ്ങയ്ക്കായും ഇതുപോലെ മുറിച്ചെടുക്കുക, പച്ചമുളക് കീറിയിടുക, അത് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് ഒരു പരുവാകുന്നവരെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൂട്ട്, അതായത് വെളുത്തുള്ളി, തേങ്ങ, ജീരകം, മഞ്ഞൾ, പച്ചമുളക് അരയ്ക്കേണ്ട കേട്ടോ, പച്ചമുളക് കീറിയിട്ടാൽ മതി. അത്രയും നല്ല പോലെ അരച്ചെടുക്കുക. നമ്മൾ പരിപ്പിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകമില്ലേ, ആ പാകത്തിന് അരച്ചെടുക്കുക. അരച്ചിട്ട് നമ്മുടെ വെന്ത കറിയിലേക്ക്, കഷ്ണങ്ങളൊക്കെ വെന്തതിലേക്ക് നമ്മുടെ ഈ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ചെറുതീയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തിളയ്ക്കില്ല കേട്ടോ. പച്ചത്തേങ്ങ അരച്ച കറികളൊന്നും തിളയ്ക്കുന്നത് അത്ര നല്ലതല്ല. തിളച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ തിളയ്ക്കേണ്ട. അത്രയും നന്നായിട്ട് ചൂടാന് ശേഷം തീ ഓഫ് ചെയ്യുക. കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇടാം കേട്ടോ. എൻ്റെ വറ്റൽമുളക് അന്നേരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വറ്റൽമുളക് ഇട്ടില്ല. അപ്പോൾ ഇത്രയും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കൂട്ടാത്ത കുഞ്ഞുങ്ങൾ പോലും കൂട്ടി, മക്കൾ പോലും കൂട്ടി കറി. അപ്പോൾ അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച്.